യെസ്, ചെങ്കോട്ട ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് ആണ് എന്ന സ്ഥിരീകരണം ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ്. ഈ വിഷയങ്ങളെല്ലാം വിലയിരുത്തുവാനായി ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ 6A കൃഷ്ണമേനോൻ മാർഗിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ വാർത്തകളുടെ എല്ലാം അപ്ഡേറ്റ്സ് നൽകാൻ നന്ദഗോപനും ഐസൺ ജോസുമുണ്ട്. ആദ്യം നന്ദനിലേക്ക്. നന്ദൻ, ഈ ജെയ്ഷെ മുഹമ്മദ് ആണെന്ന സ്ഥിരീകരണം വരുന്ന ഘട്ടത്തിലുള്ള മറ്റൊരു ചോദ്യം, ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏതാണ്ട് 8 ഇസ്ലാമിസ്റ്റുകളെ നമ്മുടെ വിവിധ ഏജൻസികൾ അറസ്റ്റ് ചെയ്തുവല്ലോ. അതിൽ 4 പേർ ഡോക്ടർമാരാണ്, വൈറ്റ് കോളർ ജോലി ചെയ്തുകൊണ്ട് ഭീകരപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരാണ്. അവരെല്ലാം ഈ ജെയ്ഷെ മുഹമ്മദുമായി മാത്രം ബന്ധമുള്ളവരല്ലോ. അതിൽ ചിലർ ഈ അൻസർ ഗസ്വത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന മറ്റൊരു ഇസ്ലാമിക ഭീകര സംഘടന, അതായത് ജമ്മു കശ്മീരിനെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘടനയാണ് ഈ അൻസർ അൽ ഹിന്ദ് എന്ന് പറയുന്ന ഈ സംഘടന. അപ്പോൾ അതിൻ്റെ ആളുകളും ഇതിൽ പിടിയിലായിട്ടുണ്ട്. അപ്പോൾ ജെയ്ഷയിലേക്ക് മാത്രമായി ഈ അന്വേഷണം എത്തുന്നതിന്റെ കാരണം കൂടി പറയുന്നുണ്ട്. ഗൗതം, ഈ ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചത് രണ്ട് സംഘടനകൾ കൂടിയാണ്. അതായത് ജെയ്ഷെ മുഹമ്മദിന് പുറകെ ഈ അൻസർ ഗസ്വത് ഉൽ ഹിന്ദ് എന്ന് പറയുന്ന സംഘടന കൂടി, അവരുടെ ഒരു പങ്കാളിത്തം കൂടി ഈ സ്ഫോടന പരമ്പര നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രധാനമായും കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ നിന്നും അറസ്റ്റിലായവർക്ക് ഈ സംഘടനയുമായി, അതായത് അൻസർ ഗസ്വത് ഉൽ ഹിന്ദ് എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധമുണ്ട് എന്നുള്ളത് നേരത്തെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ജെയ്ഷെ മുഹമ്മദ് എന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയായിട്ടും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതേസമയം അന്വേഷണ സംഘം വിരൽ ചൂണ്ടുന്നത് ഇതിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് തന്നെയാണ് എന്നുള്ളതാണ്. ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ ഈ ഗസ്വത് ഉൽ ഹിന്ദ് എന്ന് പറയുന്ന സംഘടനയുടെ പേര് കൂടി ഇതിൽ ഉൾപ്പെടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഈ സ്ഫോടന പരമ്പരകൾ ഇവിടെ നടത്തുവാൻ നിശ്ചയിച്ചത് അല്ലെങ്കിൽ അത്തരം തീരുമാനമെടുത്തതിന് പിന്നിൽ ഈ ഇരു സംഘടനകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ ജെയ്ഷെ മുഹമ്മദിന് മാത്രം ഇവിടെ ഒരു സ്ഫോടന പരമ്പര നടത്തുവാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിലായിരിക്കാം മറ്റൊരു തീവ്രവാദ സംഘടനയെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് രാജ്യത്ത് ഈ സ്ഫോടന പരമ്പര നടത്തുവാൻ വേണ്ടിയുള്ള നീക്കം ഇവർ നടത്തിയത് എന്നുള്ളതാണ്. ഏതായാലും അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിജയമെന്ന് വേണ്ടി കണക്ക് കൂട്ടാം. കാര്യം നേരത്തെ ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യത്ത് വലിയ സ്ഫോടന പരമ്പരകളായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2008 ശേഷം ഇങ്ങോട്ട് പരിശോധിച്ചാൽ കാര്യമായി രാജ്യ തലസ്ഥാനത്ത് വലിയ സ്ഫോടനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഏതാനും സ്കൂളുകൾക്ക് മുന്നിലും അതേപോലെ തന്നെ ചില ക്യാമ്പുകൾക്ക് മുന്നിലൊക്കെ തന്നെ ചെറിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടായെങ്കിലും അതിൽ ആൾക്കാർക്ക് യാതൊരുവിധ പരിക്കുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു അപകടം ഇപ്പോൾ 8 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഒരു സംഭവമാണ്. ആ സംഭവം അതൊരു തുടർക്കഥ എന്ന നിലയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു ഈ തീവ്രവാദ സംഘടനകൾ ഉദ്ദേശിച്ചിരുന്നത്. അതായത് വലിയ ഒരു ചെയിൻ ഓഫ് സ്ഫോടനം ആയിരുന്നു പ്രധാനമായും ഈ തീവ്രവാദ സംഘടനകൾ ലക്ഷ്യമിട്ടിരുന്നത്. യഥാർത്ഥത്തിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മികവും ഒപ്പം തന്നെ നമ്മുടെ കേന്ദ്ര ഏജൻസികളും അതേപോലെ തന്നെ വിവിധ സംസ്ഥാന പോലീസുകളും പ്രത്യേകിച്ച് ഹരിയാന പോലീസ്, ജമ്മു കാശ്മീർ പോലീസ് അടക്കം നടത്തിയ എഫേർട്ട് അല്ലെങ്കിൽ അവരുടെ കൃത്യമായ നീക്കമാണ് ഈ സ്ഫോടന പരമ്പര എന്നുള്ള ഒരു പദ്ധതി പൊളിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് ഈ തീവ്രവാദികളെ കഴിഞ്ഞ ദിവസം ഈ ഡോക്ടർ അടങ്ങുന്ന സംഘത്തെ ഫരീദാബാദിൽ നിന്നും അറസ്റ്റ് ചെയ്തപ്പോൾ അതിൽ തങ്ങളും പെടും, ഇനി ഭാവിയിൽ അടുത്ത മണിക്കൂറുകളിൽ തങ്ങളെ ആയിരിക്കും പിടിക്കപ്പെടാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ചിന്തയുടെ പശ്ചാത്തലത്തിൽ അത്തരമൊരു വെപ്രാളത്തിലാണ് ഇത്തരമൊരു സ്ഫോടനം നടത്തിയത് എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. കാരണം വലിയ ജനത്തിരക്ക് ഉള്ള പല സ്ഥലങ്ങൾ ഉണ്ടെന്നിരിക്കെ എന്തുകൊണ്ട് ഈ മേഖലയിലേക്ക് എത്തി എന്നുള്ള ചോദ്യവും പ്രധാനമായും ഉയരുന്നു. കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച റെഡ് ഫോർട്ട് അവധിയാണ്. അവിടെ സാധാരണഗതിയിൽ ഈ തിങ്കളാഴ്ച ദിവസം വലിയ ജനത്തിരക്കുണ്ടാകില്ല. പക്ഷെ നേരെ എതിർവശത്ത് ചാന്ദിനി ചൌക്ക് മാർക്കറ്റിൽ വലിയ തിരക്കുണ്ടാകാം. അതിനുള്ളിലേക്ക് ഇവർക്ക് വാഹനം ഇടിച്ചു കയറ്റാൻ അവസരമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ